സമകാലിക സാഹചര്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്ലാമിനെ കളിയാക്കുന്നത് നാം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിരൽത്തുമ്പിൽ യൂട്യൂബ് പരിശോധിച്ചാൽ, യൂട്യൂബ് പരിധി നോക്കിയാൽ, സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ, സോഷ്യൽ മീഡിയ പരിധി നോക്കിയാൽ ഇസ്ലാമിനെ കളിയാക്കാനും, ഇസ്ലാമിനെ അവഹേളിക്കാനും, ഇസ്ലാമിനെ കുറ്റം പറയാനും, ഇസ്ലാമിനെ നാണം കെടുത്താനും, ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിനെ കരിവാരി തേച്ചുകൊണ്ട് മോശവൽക്കരിക്കപ്പെടാൻ വേണ്ടി തയ്യാറായിരുന്നത്, അതിനുവേണ്ടി കഥകൾ എഴുതിയിരുന്നത്, അതിനുവേണ്ടി രചനകൾ നിർവഹിച്ചിരുന്നത്, അതിനുവേണ്ടി സിനിമകൾ സംവിധാനം ചെയ്തിരുന്നത്, അതിനുവേണ്ടിയുള്ള വെല്ലുവിളികൾ നടത്തിയിരുന്നത്, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയിരുന്നത് മറ്റ് മതവിഭാഗക്കാരോ മറ്റ് വർഗീയ വിഭാഗക്കാരോ ആയിരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ കാലഘട്ടത്തിൽ ഈ 2025 കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വേദനാജനകമായ അവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വേദനാജനകമായ സാഹചര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇസ്ലാമിനെ അവഹേളിക്കുന്നതും, ഈ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നതും, ഈ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നതും, ഈ ഇസ്ലാം മോശമാണ്, ഇസ്ലാമിന്റെ ജീവിത രീതികളോ ഇസ്ലാമിന്റെ ആശയങ്ങളോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ശൈലികളോ അത് കൊള്ളില്ല, അത് തെറ്റാണ്, അത് മാറ്റി തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കളിയാക്കുന്നത് ഏതെങ്കിലും വർഗീയവാദികളല്ല, ഏതെങ്കിലും മറ്റ് മതസ്ഥരല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നും വളർന്നു വരുന്ന മുസ്ലിം കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളാണ്, പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരികളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിനെ കളിയാക്കുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്, ഇസ്ലാമിനെ കളിയാക്കുന്നത് മുസ്ലിം വിശ്വാസികൾ തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട.